റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷയമുണ്ട് ഇതിൽ. വണ്ടി എടുത്തു കഴിഞ്ഞാൽ, കാരണം ഇത് പെട്രോൾ പോലെയോ ഡീസൽ പോലെയോ അല്ല, വണ്ടി നിന്നാൽ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും കന്നാസിൽ മേടിച്ചു കൊണ്ടൊന്നും ഒഴിക്കാൻ കഴിയില്ല. ഇതിന് ചാർജിങ് സ്റ്റേഷൻ തന്നെ വേണം. പിന്നെ ഈ ഉണ്ടാക്കിയ ലാഭം റോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു റിക്കവറി വിളിച്ച് ചാർജിങ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു. ആ പൈസ, നമുക്ക് ആ പ്രോഫിറ്റ് അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ തുടക്കത്തിൽ ആൾക്കാർ ഇൻ ഹൗസുള്ള ചാർജേഴ്സാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ടോട്ടൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ ബിലോ 10% മാത്രമേ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഒരുവിധം വണ്ടികൾക്കൊക്കെ ഇപ്പം ഇറങ്ങുന്നതിനെല്ലാം നല്ല റേഞ്ച് ഉണ്ട്. എല്ലാം 200 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 ഇറങ്ങിയ എല്ലാ വണ്ടികളും 400 കിലോമീറ്ററിൻ്റെ മുകളിൽ റേഞ്ച് ഉള്ളതാണ്. കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൽ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 600 കിലോമീറ്റർ ഉള്ളൂ, ഒരു തല മുതൽ ഒരു തല വരെ നമ്മൾ റോഡിലൂടെ ഓടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു 400 കിലോമീറ്ററിൻ്റെ മുകളിലൊന്നും ആരും ഓടിക്കലില്ല പെർ ഡേ ബേസിസ്. പക്ഷേ ഈ ഫ്ലാറ്റുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ചാർജേഴ്സിന് വളരെയധികം ഷോർട്ടേജ് ഉണ്ടെങ്കിലും ഈ ഹോം ചാർജേഴ്സ് എല്ലാം തന്നെ AC ചാർജേഴ്സാണ്, സ്ലോ ചാർജേഴ്സാണ്. സ്ലോ ചാർജേഴ്സ് മിനിമം 7 to 8 hours. വലിയ വണ്ടികളാണെങ്കിൽ, അതായത് ബാറ്ററി കപ്പാസിറ്റി കൂടുതലുള്ള വണ്ടികളാണെങ്കിൽ ഏകദേശം 20 മുതൽ 21 മണിക്കൂർ വരെ എടുക്കുന്ന ചാർജേഴ്സ് ഉണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി 40 minutes or 1 hour. പിന്നെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പോലെയാണ്, നമ്മൾ ഒരിക്കലും ഇത് ഒരു 5% or 10% ആവുന്നൊരു ചാൻസ് നമ്മൾ എടുക്കില്ല. അതിൻ്റെ മുമ്പേ ഇത് കുത്തിയിടാനുള്ള ഒരു പ്രവണത നമുക്ക് കാണും. അപ്പോൾ ഒരു 30% ബിലോ ആകുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി കൂടും. നമ്മൾ പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അങ്ങനെ പബ്ലിക് ലോങ് ട്രാവൽസ് ഡിസ്റ്റൻസ് എടുത്തു തുടങ്ങിയപ്പോൾ പബ്ലിക്കായിട്ടുള്ള ഈ ഫാസ്റ്റ് ചാർജേഴ്സിനെ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ ഫ്ലാറ്റുകൾ പോലെയുള്ള സമുച്ചയങ്ങളിൽ ചാർജേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് മോസ്റ്റ്ലി ഇപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാള് പോലത്തുള്ള സ്ഥലങ്ങളിൽ വൺസ് ഇൻ എ വീക്ക് അവർക്കൊരു 200 to 300 കിലോമീറ്റേഴ്സ് പെർ വീക്കിൽ റൺ ഉണ്ടാവുള്ളൂ. പർച്ചേസിന് വരുമ്പോൾ മാളുകളിൽ ചാർജ് ചെയ്ത് പോകുന്നു. അപ്പോൾ യൂട്ടിലൈസേഷൻ ബേസിസിൻ്റെ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ എവറി 6 months ഏകദേശം 100% യൂട്ടിലൈസേഷൻ ഗ്രോത്ത് ഉണ്ട് ഇന്ന് മാർക്കറ്റിൽ കേരളത്തിൽ.